എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സൈക്കോളജി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് 126/23 20 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഭാഗങ്ങളുടെ ആകെത്തുകയേക്കാൾ മെച്ചപ്പെട്ടതാണ് അതിൻ്റെ സമഗ്രത എന്ന് സിദ്ധാന്തിക്കുന്ന മനഃശാസ്ത്ര സമീപനം. ഓപ്ഷൻ എ വ്യവഹാരവാദം, ഓപ്ഷൻ ബി ഘടനാവാദം, ഓപ്ഷൻ സി ഗസ്റ്റാൾട്ട് തിയറി, ഓപ്ഷൻ ഡി ജ്ഞാനനിർമ്മിതിവാദം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഗസ്റ്റാൾട്ട് തിയറി. അടുത്ത ചോദ്യം, വ്യവഹാരവാദത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ വ്യവഹാരങ്ങളെല്ലാം ചോദക പ്രതികരണ ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണ്. ഓപ്ഷൻ ബി ജീവികളെ നിരീക്ഷിച്ച് മനുഷ്യരുടെ വ്യവഹാരങ്ങളെക്കുറിച്ച് നിഗമനത്തിലെത്തുക സാധ്യമല്ല. ഓപ്ഷൻ സി മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾക്ക് പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള തെളിവുകൾ ആവശ്യമാണ്. ഓപ്ഷൻ ഡി ചോദക പ്രതികരണങ്ങൾ തമ്മിലുള്ള അനുബന്ധനമാണ് പഠനം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ജീവികളെ നിരീക്ഷിച്ച് മനുഷ്യരുടെ വ്യവഹാരങ്ങളെക്കുറിച്ച് നിഗമനത്തിലെത്തുക സാധ്യമല്ല. അടുത്ത ചോദ്യം, മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ അല്ലെങ്കിൽ സൈക്കോ അനാലിസിസിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ എ ജെ.ബി. വാട്സൺ, ഓപ്ഷൻ ബി ജീൻ പിയാഷെ, ഓപ്ഷൻ സി ബി.എഫ്. സ്കിന്നർ, ഓപ്ഷൻ ഡി സിഗ്മണ്ട് ഫ്രോയിഡ്. ഇത് സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി സിഗ്മണ്ട് ഫ്രോയിഡ്. അടുത്ത ചോദ്യം, മാനവികതാവാദത്തിൻ്റെ അല്ലെങ്കിൽ ഹ്യൂമനിസത്തിൻ്റെ പ്രധാന കാഴ്ചപ്പാടുകളിലൊന്ന് ഏത്? ഓപ്ഷൻ എ കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ട്. ഓപ്ഷൻ ബി സമൂഹവുമായി ഇടപഴകിക്കൊണ്ടാണ് അറിവ് നിർമ്മിക്കുന്നത്. ഓപ്ഷൻ സി ആത്മസാക്ഷാത്കാരമാണ് മനുഷ്യ വ്യവഹാരങ്ങളുടെ പരമമായ ലക്ഷ്യം. ഓപ്ഷൻ ഡി മനുഷ്യരുടെ അബോധ മനസ്സിലാണ് മാനസിക യാഥാർത്ഥ്യങ്ങൾ കുടികൊള്ളുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആത്മസാക്ഷാത്കാരമാണ് മനുഷ്യ വ്യവഹാരങ്ങളുടെ പരമമായ ലക്ഷ്യം. അടുത്ത ചോദ്യം, പിയാഷെയുടെ സിദ്ധാന്തപ്രകാരം നിലവിലുള്ള സ്കീമ ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ ഉൾക്കൊള്ളുന്ന പ്രക്രിയയാണ് ഓപ്ഷൻ എ സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ, ഓപ്ഷൻ ബി സംയോജനം അല്ലെങ്കിൽ ജോയിനിങ്, ഓപ്ഷൻ സി ആയോജനം അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ, ഓപ്ഷൻ ഡി മെച്ചപ്പെടുത്തൽ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ. അപ്പോൾ നമ്മുടെ ചോദ്യം പേപ്പറുകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പിയാഷെയുടെ സ്കീമയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ. അടുത്ത ചോദ്യം, വിളംബിത ചാലക വികാസത്തിന് അല്ലെങ്കിൽ ഡിലേഡ് മോട്ടോർ ഡെവലപ്മെൻറ്റിന് കാരണമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ അനാരോഗ്യം, ഓപ്ഷൻ ബി ന്യൂനബുദ്ധി, ഓപ്ഷൻ സി ശ്രദ്ധക്കുറവ്, ഓപ്ഷൻ ഡി അഭ്യാസക്കുറവ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ശ്രദ്ധക്കുറവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെറ്റായ പ്രസ്താവന ഏത്? വ്യക്തിയുടെ വിദ്യാഭ്യാസത്തിൽ പാരമ്പര്യവും പര്യാവരണവും ഒരുപോലെ സഹായിക്കുന്നു. ഓപ്ഷൻ ബി പാരമ്പര്യമായ കഴിവുകൾ ഏത് പര്യാവരണത്തിലും വികാസം പ്രാപിക്കുന്നു. ഓപ്ഷൻ സി അനുകൂലമായ പര്യാവരണത്തിൽ പാരമ്പര്യമായ കഴിവുകൾ വികാസം പ്രാപിക്കുന്നു. ഓപ്ഷൻ ഡി പാരമ്പര്യം വികാസത്തിൻ്റെ അടിത്തറയും പര്യാവരണം അതിൻ്റെ ഘടനയുമാണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി പാരമ്പര്യമായ കഴിവുകൾ ഏത് പര്യാവരണത്തിലും വികാസം പ്രാപിക്കുന്നു. ബാക്കിയെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം, കാതറിൻ ബ്രിഡ്ജസ് ചാർട്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ വൈകാരിക വികാസം, ഓപ്ഷൻ ബി വൈജ്ഞാനിക വികാസം, ഓപ്ഷൻ സി ശാരീരിക വികാസം, ഓപ്ഷൻ ഡി സാമൂഹിക വികാസം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി വൈജ്ഞാനിക വികാസം. ഈ 69ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചിത്രം വരയ്ക്കുന്ന കുട്ടി ഏത് തരം ബഹുമുഖ ബുദ്ധിയാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഓപ്ഷൻ എ ശാരീരികം, ഓപ്ഷൻ ബി ദൃശ്യസ്ഥലപരം, ഓപ്ഷൻ സി വൈകാരികം, ഓപ്ഷൻ ഡി കലാപരം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ദൃശ്യസ്ഥലപരം. അടുത്ത ചോദ്യം, 2010 ഇന്ത്യയിൽ നടപ്പിലായ വിദ്യാഭ്യാസ അവകാശ നിയമത്തെ സംബന്ധിച്ച് ഏറ്റവും ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ മൗലിക അവകാശമായ വിദ്യാഭ്യാസം സൗജന്യമായി ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും ലഭ്യമായി. ഓപ്ഷൻ ബി സൗജന്യവും നിർബന്ധിതവുമായ പ്രൈമറി വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും സാർവത്രികമായി ലഭ്യമായി. ഓപ്ഷൻ സി 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സാർവത്രികവും നിർബന്ധിതവുമായി. ഓപ്ഷൻ ഡി സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ മൗലിക അവകാശമായി പ്രാബല്യത്തിൽ വന്നു.
ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളുടെ മൗലിക അവകാശമായി പ്രാബല്യത്തിൽ വന്നു എന്നതാണ്. അടുത്ത ചോദ്യം, ഗാന്ധിജി ആവിഷ്കരിച്ച വിദ്യാഭ്യാസ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി, ഓപ്ഷൻ ബി പ്രവൃത്തി വിദ്യാഭ്യാസ പദ്ധതി, ഓപ്ഷൻ സി ഗ്രാമീണ വിദ്യാഭ്യാസ പദ്ധതി, ഓപ്ഷൻ ഡി ദേശീയ വിദ്യാഭ്യാസ പദ്ധതി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി. അടുത്ത ചോദ്യം, റൂസോ തൻ്റെ വിദ്യാഭ്യാസ ദർശനങ്ങൾ വിശദമാക്കിയ ഗ്രന്ഥം? ഓപ്ഷൻ എ ഡിസ്കോഴ്സ്, ഓപ്ഷൻ ബി എമിലി, ഓപ്ഷൻ സി സോഷ്യൽ കോൺട്രാക്ട്, ഓപ്ഷൻ ഡി കൺഫെഷൻസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി എമിലി. അടുത്ത ചോദ്യം, പ്രൈമറി ക്ലാസ് റൂം പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വീഡിയോ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന? ഓപ്ഷൻ എ നിരന്തരം വീഡിയോകൾ കാണിക്കണം, ഓപ്ഷൻ ബി ചെറിയ വീഡിയോ ആയിരിക്കണം, ഓപ്ഷൻ സി നേരനുഭവങ്ങൾക്ക് സാധ്യതയില്ലാത്ത സന്ദർഭങ്ങളിലാണ് വീഡിയോകൾ പ്രയോജനപ്പെടുത്തേണ്ടത്, ഓപ്ഷൻ ഡി ഇടയ്ക്ക് അധ്യാപികയുടെ വിശദീകരണങ്ങൾ വേണം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ നിരന്തരം വീഡിയോകൾ കാണിക്കണം. അടുത്ത ചോദ്യം, പഠന വൈകല്യത്തിൽ അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റിയിൽ ഉൾപ്പെടുന്നത് ഏത്? ഓപ്ഷൻ എ ഡിസ്ലെക്സിയ, ഓപ്ഷൻ ബി ADHD, ഓപ്ഷൻ സി ഓട്ടിസം, ഓപ്ഷൻ ഡി സെറിബ്രൽ പാൾസി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഡിസ്ലെക്സിയ. അടുത്ത ചോദ്യം, സംഘപഠനം അല്ലെങ്കിൽ ഗ്രൂപ്പ് ലേണിംഗിൻ്റെ ഒരു പരിമിതി? ഓപ്ഷൻ എ അച്ചടക്കം നഷ്ടപ്പെടുന്നു, ഓപ്ഷൻ ബി സംഘാടകങ്ങളിൽ ചിലരുടെ മേധാവിത്വം, ഓപ്ഷൻ സി സമയപരിമിതി, ഓപ്ഷൻ ഡി വ്യക്തിഗത ശ്രദ്ധക്കുറവ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി സംഘാംഗങ്ങളിൽ ചിലരുടെ മേധാവിത്വം. അടുത്ത ചോദ്യം, പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി 1994 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പദ്ധതി? ഓപ്ഷൻ എ DPEP, ഓപ്ഷൻ ബി SSA, ഓപ്ഷൻ സി NPE, ഓപ്ഷൻ ഡി RMSA. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ DPEP. അടുത്ത ചോദ്യം, ഏത് ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പഠനമാണ് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? ഓപ്ഷൻ എ 1 മുതൽ 10 വരെ, ഓപ്ഷൻ ബി 1 മുതൽ 12 വരെ, ഓപ്ഷൻ സി -2 മുതൽ +2 വരെ, ഓപ്ഷൻ ഡി -2 മുതൽ 10 വരെ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി -2 മുതൽ +2 വരെ. അടുത്ത ചോദ്യം, ആശയാവതരണ രീതി എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ആശയം അവതരിപ്പിക്കുന്ന രീതി, ഓപ്ഷൻ ബി പാഠഭാഗം അവതരിപ്പിക്കുന്ന രീതി, ഓപ്ഷൻ സി അക്ഷരം അവതരിപ്പിക്കുന്ന രീതി, ഓപ്ഷൻ ഡി ചിഹ്നങ്ങൾ അവതരിപ്പിക്കുന്ന രീതി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി പാഠഭാഗം അവതരിപ്പിക്കുന്ന രീതി. ലാസ്റ്റ് ചോദ്യം, പ്രോജക്റ്റിൻ്റെ ഘട്ടങ്ങളുടെ ക്രമം? ഓപ്ഷൻ എ നിഗമനം, പ്രശ്നം അനുഭവപ്പെടൽ, വിവരശേഖരണം, അപഗ്രഥനം, ഓപ്ഷൻ ബി പ്രശ്നം അനുഭവപ്പെടൽ, അപഗ്രഥനം, വിവരശേഖരണം, നിഗമനം, ഓപ്ഷൻ സി വിവരശേഖരണം, അപഗ്രഥനം, പ്രശ്നം അനുഭവപ്പെടൽ, നിഗമനം, ഓപ്ഷൻ ഡി പ്രശ്നം അനുഭവപ്പെടൽ, വിവരശേഖരണം, അപഗ്രഥനം, നിഗമനം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി പ്രശ്നം അനുഭവപ്പെടൽ, വിവരശേഖരണം, അപഗ്രഥനം, നിഗമനം. ഇപ്പോൾ നമ്മൾ ഇന്ന് 20 സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് കൂടി ചെയ്തേക്കുക.